വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഡാമുകളിൽ വെള്ളമില്ലാത്ത സ്ഥിതിയായതിനാൽ അധിക വൈദ്യുതി പണം കൊടുത്തു വാങ്ങേണ്ടി വരും. നാളത്തെ യോഗത്തിന് ശേഷം നിരക്ക് വർധനയിൽ ഉൾപ്പെടെ അന്തിമ തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. 30% പോലും ഡാമുകളിൽ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം 1000 കോടി രൂപ ഇലക്ട്രിസിറ്റി നമ്മൾ വിറ്റതാണ്. ഇപ്രാവശ്യം നമുക്ക് 30% ഇലക്ട്രിസിറ്റിയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദിവസം 10-15 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ പർച്ചേസ് നടത്തുന്നത് ഒരു ദിവസം. അതെന്ത് ചെയ്യും? ഈ പണം കൊടുത്ത് അധിക വൈദ്യുതി വാങ്ങിക്കേണ്ടി വരുമ്പോൾ സാധാരണ ഭാരം കൂടാനാണ്. ഭാരം കൂടാതിരിക്കാൻ വഴിയില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഒന്നില്ലയോ നമ്മൾ ചെലവ് ചുരുക്കണം, എന്നിട്ട് അത് ബാലൻസ് ചെയ്യണം. അത് സാധിക്കാൻ വളരെ പ്രയാസമാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. വിനേഷ് കുമാർ ചേർന്ന്. വിനേഷ്, വീണ്ടും ഒരു വൈദ്യുതി ചാർജ് വർധനവിലേക്കാണോ സംസ്ഥാനം പോകുന്നത്? രഞ്ജിത്ത്, മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം അതാണ്. കാരണം വീണ്ടും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും എന്ന് തന്നെയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കാലാവസ്ഥയിലെ ഒരു പ്രതികൂലമായ വ്യതിയാനം തന്നെയാണ് ഇതിന് കാരണം സാധാരണ ഈ സമയങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി മിച്ചം വെക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇത്തവണ മഴ 60% മഴ മാത്രമാണ് ഇതുവരെ ലഭിക്കേണ്ടതിന്റെ 60% മഴ മാത്രമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ പല റിസർവോയറുകളിലും അതനുസരിച്ചുള്ള ഒരു പ്രതിസന്ധിയുണ്ട്, വെള്ളമില്ലാത്തൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അധിക പണം നൽകിയാണ് കേന്ദ്ര പൂളിൽ നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ അധിക പണം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം സർക്കാർ ഇതിന്റെ എല്ലാം തന്നെ ഭാരം സർക്കാരിന് താങ്ങാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമാണെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി പറയുന്നുണ്ട്. നാളെ ഇത് സംബന്ധിച്ചൊരു യോഗം വിളിച്ചിട്ടുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി KSEBയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മന്ത്രി വിളിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം അതിലുണ്ടാവും. പക്ഷേ ഈ വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട കാര്യം റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. അതിന് ശേഷമായിരിക്കും ഉണ്ടാവും. എന്തായാലും സ്ഥിതി തുടർന്നാൽ നിരക്ക് കൂട്ടാതെ മുന്നോട്ട് പോകാനാവില്ല. കാരണം മഴയില്ലാത്തത് വലിയ തോതിൽ തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. രഞ്ജിത്ത്, നാളത്തെ യോഗത്തിന് ശേഷമാകും തീരുമാനം. നേരത്തെ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി. മഴയുടെ പ്രശ്നമാണ് ഇപ്പോൾ സർക്കാരിനെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. പോലും ഡാമുകളിൽ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം 1000 കോടി രൂപ ഇലക്ട്രിസിറ്റി നമ്മൾ വിറ്റതാണ്. ഇപ്രാവശ്യം നമുക്ക് 30% ഇലക്ട്രിസിറ്റിയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദിവസം 10-15 കോടി രൂപയ്ക്കാണ് ഇപ്പോൾ പർച്ചേസ് നടത്തുന്നത് ഒരു ദിവസം. അതെന്ത് ചെയ്യും? ഈ പണം കൊടുത്ത് അധിക വൈദ്യുതി വാങ്ങിക്കേണ്ടി വരുമ്പോൾ സാധാരണ ഭാരം കൂടാനാണ്. ഭാരം കൂടാതിരിക്കാൻ വഴിയില്ലല്ലോ. റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഒന്നില്ലയോ നമ്മൾ ചെലവ് ചുരുക്കണം, എന്നിട്ട് അത് ബാലൻസ് ചെയ്യണം. അത് സാധിക്കാൻ വളരെ പ്രയാസമാണല്ലോ. അപ്പോൾ അത് എങ്ങനെയാണ് റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കുന്നത്.